ഹായ് ഇന്നുണ്ടല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേ. ഞാൻ ഇതൊരു വീഡിയോ മുന്നേ ചെയ്തിനെ. അപ്പോൾ ഞാൻ പറയാം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയട്ടെ. പക്ഷേ ഇന്ന് എനക്കൊരബദ്ധം പറ്റി അതുകൂടി പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇതുപോലൊരു ബ്രേസ്ലെറ്റ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി കുറച്ച് മുമ്പേ വന്നിട്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല, ഈ കണ്ണിയുണ്ട്, ഈ അറ്റത്തെ കണ്ണി ഇവിടെ പൊട്ടീനെ. അപ്പോൾ അത് ഈ പൊട്ടിയ ഭാഗം ഇതാണല്ലേ, ഈ പൊട്ടിയ സാധനം ഉണ്ടല്ലോ, ഇത് ഈ കണ്ണിയിൽ അതായത് ഇതിലേക്ക് ജോയിൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പം ഞാനത് ഇത് ജോയിൻ്റ് ആക്കിയേ. അപ്പോൾ ഈ പൊട്ടിയ പീസ് ഉണ്ടല്ലോ അത് ആടെ തന്നെ ആയിപ്പോയി. അപ്പോൾ ആ കുട്ടി ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല, തൂക്കെടുത്തിനെ. കാരണം ആ ഒരു കണ്ണി ഉണ്ടല്ലോ ഏതാണ്ട് 90 മില്ലിയുള്ള ഏതാണ്ട് 820 രൂപേൻ്റെ ഒരു കണ്ണിയായിരുന്നു, ചെറിയൊരു കണ്ണി. പക്ഷേ ഞാനത് കണ്ണിയാടെ മാറ്റി വെച്ചു. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ ഈ സാധനം ഇപ്പോഴത്തെ കണ്ണിക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ആക്കി. അപ്പോൾ ജോയിൻ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മാറ്റി വെച്ച് അങ്ങനെ എടുക്കാൻ മറന്നുപോയേ. ഞാൻ പിന്നെ ആ സമയത്ത് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ വേഗം കുട്ടിക്ക് അത് കൊടുത്ത് ഒന്നും സംസാരിക്കാനൊന്നുമില്ല, വേഗം കൊടുത്ത് ഞാനിങ്ങോട്ട് മാറി. എന്നിട്ട് അപ്പോൾ വേറൊരു കസ്റ്റമർ റിപ്പയർ ഉണ്ടായിരുന്നു, നമ്മൾ റിപ്പയർ ചെയ്യുന്ന ആളുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാനതിൽ നിന്ന് റിപ്പയർ ചെയ്തത്. അപ്പോൾ റിപ്പയർ രണ്ടാമത് ചെയ്യാൻ പോയപ്പോൾ ആടെ ഈ സാധനം കണ്ട്, അയ്യോ കഴിഞ്ഞല്ലോ, കാരണം ഈ സാധനം ഇടാം. അപ്പോൾ കുട്ടിയോട് ഞാൻ ഇവിടെ വന്നിട്ട് ചോദിച്ച് ഷബീർ തൂക്കിയിട്ടില്ല കൊടുത്ത് വെച്ചു. അപ്പോൾ ഷബീർ തൂക്കിയിട്ടാണ് കൊടുത്ത് പറഞ്ഞു. പക്ഷേ എന്നാണ് ഇത് 90 മില്ലിയുള്ള ഈ സാധനം, ചെറിയ തൂക്കത്തിൻ്റെ സാധനമാണ്. അപ്പോൾ തൂക്കമുണ്ടല്ലോ, നമ്മളിപ്പോൾ കഴുകിയിട്ട് ഞാൻ തിരക്കിൽ ഹീറ്റാക്കിയില്ല, അപ്പോൾ അതിനുള്ള വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ തൂക്കം അവർ തന്ന അതേ തൂക്കത്തിനേക്കാൾ കുറച്ച് കൂടുതലാണ് ആ വെള്ളത്തിൻ്റെ തൂക്കം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ 90 മില്ലിൻ്റെ ലോസ് ആ കുട്ടിക്ക് ഒരിക്കലും തിരിയില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ കണ്ടവിടെ ഞാൻ പറഞ്ഞ വേഗം വന്നിട്ട് എൻ്റെ കുട്ടി പോയപ്പോൾ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേഗം വിളിക്കും, വീട്ടിലെത്തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പർ നമ്മൾ റിപ്പയർ ചെയ്യാൻ വന്നാലും എല്ലാം നമ്പർ നോട്ട് ചെയ്തൊക്കെ ഉണ്ട്. കാരണം ഇതുപോലെ അബദ്ധം പറ്റി കൈയോടെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആണ്. എന്തായാലും അത് വലിയൊരു ഗുണമായി. കാരണം കുട്ടി ഇവിടുന്ന് ഇറങ്ങി കുറച്ചപ്പുറം പോയിട്ടേ ഉള്ളൂ, വേഗം തിരിച്ചു വന്നു, ഞാൻ സാധനം കൊടുത്തു. അപ്പോൾ കുട്ടിക്ക് സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ പിന്നെ ഒരു അബദ്ധം പറ്റിയതല്ല, അപ്പോൾ മോള് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളൊരു ചെയിന് ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് റിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നിവർത്തി വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കുക, എത്ര പീസ് ഉണ്ട് എന്നുള്ളൊരു ധാരണയാക്കുക. അതുപോലെ ഈ കണ്ണി പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുമ്പോൾ ആ കണ്ണി മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലാണ് ഈ സാധനം കയറി. ഞാൻ പറഞ്ഞില്ല, ഇത് ഇവിടെ ഈ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പുറത്തെ കണ്ണി കയറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു കണ്ണി ഫ്രീ ആയല്ലോ. ആ ഫ്രീ കണ്ണി നിങ്ങൾക്ക് തിരിച്ചറിയേണ്ടതാണ്. ശരിക്കും ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ധാരണയില്ല, തൂക്കം കുറഞ്ഞത് മനസ്സിലായിട്ടില്ല, ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങൾ. കാരണം നമ്മൾ പറഞ്ഞില്ലേ, തൂക്കം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. റിട്ടേൺ വരുമ്പോൾ ശരിക്കും തുടച്ചില്ല, വെള്ളത്തിൻ്റെ തൂക്കമുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുത്ത തൂക്കം അതുപോലെ തന്നെ തിരിച്ചു വന്ന പോലെ ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ അകത്ത് ഇതുപോലെ 90 മില്ലി മിസ്സായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 820 രൂപ നിങ്ങളതിൽ പോയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയാനുള്ളത്. എൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റിപ്പയർ കൊടുക്കാൻ പോയാലും എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും ഈ പഴയ സ്വർണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ നിവർത്തി വെച്ചുള്ള ഫോട്ടോ എടുക്കണം. പിന്നെ പഴയ സ്വർണ്ണം എത്ര പീസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഫോട്ടോയിൽ നിങ്ങൾ കാണണം. അതന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കണം, ഏത് ഇത്ര പീസ് ഉണ്ടായിട്ടില്ലേ നോക്കണം. അതുപോലെ നിങ്ങൾ പഴയ റിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ എനിക്കൊരു അബദ്ധത്തിലാണ് സംഗതി മിസ്സായി, ആൾ പോയി എന്നാലും കുറച്ചായിട്ട് കൊടുക്കാൻ പറ്റിയത് എന്തായാലും സന്തോഷം. അപ്പോൾ നിങ്ങളെ ഭാഗം നിങ്ങൾ കറക്റ്റാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇതുപോലൊരു അബദ്ധം പറ്റാം. കാരണം ഞാൻ മാക്സിമം ഈ കേസെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്ത് തൂക്കെടുത്ത് എന്നിട്ടൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ എന്നിട്ടും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അറിയാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടാകുന്നുള്ളൂ നിങ്ങൾ ചിന്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നു. സ്വർണ്ണത്തെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ അറിവിലുള്ള ഉത്തരം നിങ്ങൾക്ക് എന്തായാലും തരുന്നതായിരിക്കും. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.